കുറേ ഗ്രൂപ്പ് ഇങ്ങോട്ടും ഉണ്ടാക്കാം, അങ്ങോട്ടും ഫിത്തന പറയാം, ഇങ്ങോട്ടും ഫിത്തന പറയാം. കൽബലിന് ശുദ്ധിയാവും, യാതൊരു പ്രശ്നമില്ല. മക്കളെ ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. കഴിയുന്നത്ര അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് മുറുകെ പിടിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഹാജാ തങ്ങൾ ചെയ്തത്. ഹാജാ തങ്ങൾക്ക് ദർജ കിട്ടി നിങ്ങളെ ഫിത്തന പറഞ്ഞിട്ട് നടന്നിട്ടല്ല, മനസ്സിലായ? രണ്ട് കാലം തുണി വെച്ചിട്ട് നടന്നതല്ല. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് അല്ലാഹുവിനെ പേടിച്ച് തഖ്വ ചെയ്ത് അമൽ ചെയ്ത് കൽബിനെ ശുദ്ധീകരിച്ചിട്ടാണ്. ഇനിയില്ലേ നമ്മളെ കൽബൊന്നും എന്ത് ശുദ്ധീകരണമുള്ളത്? നമ്മളെ കൽബിനൊന്നും ശുദ്ധീകരണമില്ല. നമ്മളെ കൽബെന്താണ്? ഇന്ന് ഫിത്തനൻ്റെ ഇജാസ് കഴിയുക. നമ്മളെ കൽബെല്ലാം ഫിത്തനൻ്റെ ഇജാസിലാണ്. ഈ കാലം കണ്ണും മൂക്കും എല്ലാം അങ്ങനെ തന്നെ. ഇപ്പം എന്താ ഒരു മൊബൈലിൽ ഒത്തുന്ന സമയം എത്രയാ? സുബ്ഹാന ജല്ല. തങ്ങളും കണക്ക്, ഷെയ്ഖും കണക്ക്, ബിരുദുള്ള എല്ലാവരും കണക്ക്. അള്ളാഹുവിനെ പേടിയില്ലല്ലോ. ഇതിൽ റബ്ബ് ചോദിക്കപ്പെടും പോലുമില്ല. നിങ്ങൾക്കും എനിക്കതൊരു ഹോബിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുന്നുള്ള ചിന്ത ഇല്ല. കാരണം റസൂല് പറഞ്ഞു കഴിഞ്ഞു, അവസാന കാലമാകുമ്പോൾ ആഖിർ സമാൻ്റെ ഫിത്നയത്തോട് കാവലിനെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഞമ്മക്ക് പ്രശ്നമില്ല. എന്ത് കാവല് അങ്ങനത്തെ ഒരു പ്രശ്നം. എത്ര ഡബിൾ മൊബൈലാണ് ഡബിൾ, ട്രിപ്പിൾ മൊബൈലാണ് മൊബൈൽ. ഇതന്നെ ഇന്നത്തെ പണി. ഇതുകൊണ്ട് തന്നെയാണ് എന്താണ് മക്കളെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്നത്. അള്ളാഹിൻ്റെ ശിക്ഷ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ മക്കൾക്ക് എന്തെല്ലാം ശിക്ഷയാണ് അള്ളാഹ് ഇറക്കുന്നത്, ഏതെല്ലാം രോഗമാണ്. ഡോക്ടർ ഇങ്ങനെ ഇറങ്ങുന്നു, പുതിയ ഡോക്ടർ ഇറങ്ങുന്നു, പുതിയ രോഗം ഇറങ്ങുന്നു. ഒരു പിടുത്തവുമില്ല. വേളപ്പിടുത്തുണ്ടാവാനാണ്. ഐശ്വര്യമാകുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യമാകുന്ന ആ സമ്പത്ത് നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. അത് തങ്ങളും കണക്ക്, ഷെയ്ഖും കണക്ക്, കുത്തുബും തങ്ങൾ എല്ലാം ബിരുദെല്ലാം 100 ഉണ്ടാവും. പക്ഷേ ഒരു അള്ളാഹുവിൻ്റെ വിദേശം കൽബിൽ ഒരു ഭയമോ പേടിയോ ഇല്ല. ഈമാൻ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അതെല്ലാം പോയി. ലജ്ജ എന്ന് പറഞ്ഞതോ അതുമില്ല. അതെല്ലാം എടുത്തു കളഞ്ഞാൽ നമ്മളതിൻ്റെ കാരണം. അള്ള എടുത്തു കളഞ്ഞതല്ല, പക്ഷേ നമ്മളില്ല എന്നർത്ഥം. നമ്മൾ ഈ മൊബൈൽ കൂടി ഇങ്ങനെ കളിച്ചിട്ടുള്ള ഇൻ്റർനെറ്റും മറ്റേ എന്താണ് വാട്ടർ സപ്ലൈയിലും വിട്ടിട്ട് നമ്മളെ എല്ലാം വിട്ടിനി, ദുനിയാവേ വിട്ടിനി. മനസ്സിലായില്ലേ? നരകത്തിൻ്റെ വഴിയിലേക്ക് എല്ലാം പോകുന്നു. മാനമുള്ള മുങ്ങളെ ആലോചിച്ചു കൊള്ളുക. ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു. പറയുന്നത് തങ്ങളും കേൾക്കുന്നു നിങ്ങളും. ഓരോ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞെന്നേ അർത്ഥമുള്ളൂ. ദീർഘമായൊരു നില എനിക്കോ നിങ്ങൾക്ക് ഇടയില്ല, തന്നിട്ട് തിരിയുകയില്ല. എവിടെ വെച്ച് റൂഹിനെ പഠിക്കും, ഏത് സ്ഥലത്ത് വെച്ച് റൂഹിനെ പഠിക്കും, എപ്പോഴും പഠിക്കുന്നൊന്നും തങ്ങൾക്കും എഴുതി തന്നെ നിങ്ങൾക്കും എഴുതി തന്നല്ല. കണ്ടില്ലേ ഒരു ഉസ്താദിനല്ല റൂഹിനെ പഠിച്ചത്? ഉസ്താദ് എന്താണ്? സുന്നി അല്ലാത്തതുകൊണ്ടാണ്. സുന്നിനെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. സുന്നി അല്ലാത്തതിനെ ശിക്ഷിക്കുന്ന ഉറപ്പല്ലേ? നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ മുക്കാക്കണ്ട, അരക്കണ്ട, കാക്കണ്ട. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, പിന്നെ മുജാഹിദ്, ഇതെല്ലാം അതിൽ പെട്ടത് തന്നെയാണ്. ഇതെല്ലാം പാമ്പ് വർഗത്തിൽപ്പെട്ടതാണ്. വിഷമുള്ള സാധനം. അതെല്ലാം വിഷമുള്ള സാധനം. അതെല്ലാം ഏഷ്യയിലുണ്ടല്ലേ. സാധാരണ സുമ്മിൻ്റെ ഇജാസത്ത് പറഞ്ഞ ഇജാസത്തുണ്ട്. പാമ്പ് കടിച്ചാൽ അതിൽ പ്രത്യേക ഉപ്പ്, ഇനി ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. കൊടുത്തങ്ങൾ പറഞ്ഞ് ഉപ്പിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത ആളെ ഒട്ടാവും. അതിൻ്റെ ഒരു ഇജാസത്തുള്ളവരുണ്ട്. അത് ഉപ്പിട്ട് കൊടുത്താൽ വിഷം ഇറങ്ങൂന്നാ പറയും. ഈ സാധനം കയറിയാലോ വിഷം കയറുകയും ചെയ്യും. അത് ഉപ്പിട്ട് കൊടുത്താലും വിഷം ഇറങ്ങൂല. മനസ്സിലായില്ലേ? നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് അറിയാലോ വിഷം കയറോ ഇല്ലേ. ഏറ്റവും ഉണ്ടാവും, അത് കുറയൂല. കാരണം അവരങ്ങനെയാണ്. അള്ളാഹു സുന്നിനെ ശിക്ഷിക്കുമ്പോൾ സുന്നി അല്ലാത്ത ശിക്ഷിക്കുന്ന ഉറപ്പല്ലേ. പിന്നെ അതിൽ സംശയിക്കേണ്ട കാര്യം എന്താ? മാനമുള്ള മോമിനിങ്ങളെ ആലോചിക്കും. എൻ്റെ ഉമ്മൂങ്ങന്മാരെ ഇന്നെല്ലാം വളരെ മോശമായ അന്തരീക്ഷം. ഇന്ന് നിക്കായെല്ലാം കഴിഞ്ഞാൽ ഒട്ടപ്പുറത്താ പോകും. ഇനി നായ്പ്പുറത്തും പോകും, ആട്ടും പുറത്തും പോകും, എല്ലാം പോകും. അതെല്ലാം ഇവിടെ വരുവേ. അള്ളാഹു അവസാന കാലം ഇവിടെ ഒരു ഈമാൻ എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഉണ്ടാവില്ല. എവിടെ ഉള്ളു ഒന്ന് പറഞ്ഞു. ഇന്ന് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഈമാനുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല.
ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നിക്കാഹല്ലെന്ന് പറഞ്ഞാൽ എന്താ നിക്കാഹ് അല്ലേ? എന്താ പിന്നെ നമ്മളെ കൊശി നിക്കാഹ് ഇപ്പോൾ കൊശിയാ, അടിച്ചു പൊളി, നല്ല പൊളിയാ. എൻ്റെ അവസാനത്തെ പൊളിയായിരിക്കും അവൻ്റെ അവസാനത്തെ പൊളിയായിരിക്കും. എൻ്റെ ഉമ്മുവങ്ങന്മാരെ, എന്താ നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത്, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുള്ള ഓർമ്മയില്ലേ ചെറുപ്പക്കാരെ? നിങ്ങളെല്ലാം ഇപ്പം എന്താണ് ഗൾഫിലേക്ക് പോകുന്നുവോ? അവിടുത്തെ UAE ഗവൺമെൻറ് തന്ന സമ്പത്തിനാണ് ഇപ്പം ഇവർ വിചാരിച്ചത്. UAE ഗവൺമെൻറ് തന്നെ തന്നെയാണ്. എൻ്റെ ചെറുപ്പക്കാരെ, അല്പം കൽബ് കൈവച്ച് ആലോചിച്ച് കൊള്ളാം. ഇത് ഇന്ത്യ ഗവൺമെൻറ് തന്നതോ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നതോ അല്ല, UAE ഗവൺമെൻറ് തന്നതല്ല, അള്ളാഹു തന്ന സമ്പത്താണ്. 2 സമ്പത്തുണ്ട്, ജീവിക്കാനുള്ളതും ആഖിറത്തുള്ളത്. അത് 2 ആഖിറത്തുള്ളതുമാണ്. ഒരുത്തൽ നല്ലൊരു സമ്പത്ത് നല്ല വഴിയിലേക്ക് ചെലവഴിച്ചോ രക്ഷപ്പെട്ടു. അതല്ല ഇബ്ലീസ് കാണിക്കുന്ന വഴിയിലേക്ക് ചെലവഴിച്ചാലോ നഷ്ടമാണ്. അതുപോലെ അള്ളാഹു പിന്നെ ഒരു സമ്പത്ത് തന്നു, എന്താ നമ്മൾ ആഖിറത്തിലേക്ക്. പിന്നെ നിക്കാഹ് എന്നാൽ ഒരു ഇബാദത്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. ആ സുന്നത്തിനാണല്ലോ ഇപ്പം നിങ്ങൾ കളി. ഇത് നമുക്ക് ഓപിക്കണമെന്നല്ല, രസത്തിനുള്ളതല്ല. നമ്മളെന്താണ് അള്ളാഹു എന്താണ് വേണ്ടാത്ത വടക്കത്തരത്തിൽ കാക്കാൻ അള്ളാഹു വെച്ചൊരു സംഗതിയാണ് സുന്നത്തായ നിക്കാഹ്. അത് റസൂലിൻ്റെ സുന്നത്താണ്. അതെല്ലാം എന്താ ഇപ്പോൾ കാട്ടിപ്പറ്റ അല്ല, വെടി പൊട്ടിക്കലും എന്തെല്ലാം കോമാളിത്തരമാണ് കിട്ടുന്നത്. എൻ്റെ ഉമ്മങ്ങന്മാരെ, എന്താ അതിൻ്റെ അവസ്ഥ? സ്വർഗം കാണുമോ? ആ മജ്ലിസിൽ റഹ്മത്തിൻ്റെ മർക്കുണ്ടാവോ? ആലോചിക്കുക. അള്ള തന്ന സംബന്ധിച്ച് അടിച്ചു പൊളി, നല്ല അടിച്ചു പൊളിയാവും. പൊളിയുടെ പേരും മനസ്സിലായില്ലേ? എൻ്റെ ഉമ്മാമാറും എൻ്റെ ഉപ്പാപ്പാവും അല്ല ഉമ്മാമ്മയും ചിരിക്കുന്ന കണ്ടാൽ എന്താ രസം. ആ ചിരി പോവും മക്കളെ, ചിരിക്കണം. അതങ്ങനത്തെ കളിയല്ലേ കളിക്കുന്നത്, ചിരിക്കേണ്ട സമയമല്ലേ അത്. എന്നാൽ നിങ്ങളെ കണ്ണീർ ഒളിപ്പിക്കുന്ന സമയമുണ്ട് മക്കളെ. കണ്ണീരിന് എന്താണ് ഒഴിക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട്. അന്നേരമാണ് എല്ലാം അടിച്ചുപൊളി, എല്ലാ പൊളിയാളും തീരും കേട്ടോ. എൻ്റെ ചെറുപ്പക്കാരെ, അള്ളാഹുവിനൊന്ന് ഭയപ്പെട്ടു കൊള്ളണം. എൻ്റെ ഉമ്മങ്ങന്മാരെ, നിങ്ങൾ കൊശിക്കുള്ളതല്ല കേട്ടോ ശരീരം. എൻ്റെയും നിങ്ങൾ കൊശിക്കുള്ളതല്ല ആരോഗ്യം. എൻ്റെയും നിങ്ങൾ കൊശിക്കുള്ളതല്ല ജീവിതം മക്കളെ. ഇതെല്ലാം ജീവിതം എല്ലാം ഈ ദീനിലേക്കാവണം. ദീൻ എതിരായി പ്രവർത്തിച്ചു പോകരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, കണ്ണിനെന്തിനു ഉപയോഗിച്ചു, നാവ് എന്തിനു ഉപയോഗിച്ചു, കൈകാൽ എന്തിനു ഉപയോഗിച്ചു എന്നെല്ലാം ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ നിങ്ങളെന്താണ് മറുപടി പറയണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, എൻ്റെ ഉമ്മ നിക്കാഹ് സമയത്താണല്ലോ നിങ്ങൾ ഈ കളിക്കുന്നത്. വെടിപൊട്ടിക്കലും അതുപോലെ എന്തെല്ലാം കോമാളിത്തരമാണ് കേൾക്കുന്ന അനിസ്ലാമികമായ എന്തെല്ലാമുണ്ടോ അതാണ് മക്കളെ നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെറുപ്പക്കാരെ, ഒരു നിമിഷമേ ഉള്ളൂ, ഒരു നിമിഷമേ ഉള്ളൂ. കണ്ടില്ലേ എന്താണ് മക്കളെ, ഒരു ദിവസം മുമ്പിൽ മൂലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞ് എന്ത് കല്യാണമാണ് മക്കളെ. അതിൽ റഹ്മത്തിൻ്റെ മലക്ക് അവിടെ അടക്കുമോ? എല്ലാം ഇവിടെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവോ എന്ന് ആലോചിക്കട്ടോ. ഞാൻ നിങ്ങൾ വല്ല തലയിൽ കിട്ടിയതുണ്ടോ? അല്ല, തലപ്പാ വെച്ചത് കൊണ്ട് ഒന്നും കാര്യമില്ല കേട്ടോ. അള്ളാഹുവിനൊന്ന് പേടിച്ചൊന്ന് ജീവിച്ചോളാം മക്കളെ. സമ്പത്തല്ല തന്നതാണ്, അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. സംശയത്തിൻ്റെ വഴി ആർക്കും വേണ്ടതില്ല കേട്ടോ. അതാ നിക്കാഹ് സമയത്ത് 1 മണിക്കൂർ മുമ്പ് എന്താണ്, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പിൽ മൗലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞു. കല്യാണം അടിച്ചുപൊളിയണ്ടേ? അടിച്ചു പൊളിക്കാനുള്ളത് തന്നെയാണ് പെണ്ണും ആണും. അത് പൊളിയണം മക്കളെ. അത് ഇവിടെ തന്നെയാണ് പൊളിക്കാൻ പറ്റുമെന്നാണ് മാഷറൈന് കിട്ടൂല. അവിടെ നിക്കാഹ് ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല, അവിടെ നിസ്കരിക്കാനില്ല, നോമ്പ് നോക്കാനില്ല. എന്താണ് മക്കളെ, എന്താണ് ചെമ്പിന്റെ തകടിലാണ് നിൽക്കുന്നത്. സഫായിട്ടാണ്. ഒരടി അങ്ങോട്ടുമില്ല, ഒരു അടി ഇങ്ങോട്ടുമില്ല കേട്ടോ. എന്താണ് അടിയൊന്നും ചൂടാൻ, മേലേന്നും ചൂടാണ്. കഴുത്ത് വരെ വിയർപ്പിൽ കുളിക്കുകയാണ്. ടിഷ്യൂല്ല, ഒന്നുമില്ല, തോർത്തിയെടുക്കാനില്ല. കുത്തനെ പിടിച്ച കണ്ണാണ്. എന്തായിരിക്കും മക്കളെ എൻ്റെ നിങ്ങളുടെ സ്ഥിതി? എന്താ ഉമ്മാമാരെ, എവിടത്തേക്കാണ് പോകുന്നത്? എവിടത്തേക്കാണ് ഞങ്ങൾ പോകേണ്ടത്? ആലോചിച്ചു കൊള്ളട്ടോ.
അതാ എന്താണ് ഒരു ദിവസം മുമ്പിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു 3-4 മണിക്കൂറിൻ്റെ മുമ്പിൽ അതാ എന്താണ് മൗലാദി കല്യാണം എന്ന് പറഞ്ഞ് പേരിനൂരിൽ നെറ്റിട്ട് ഉമ്മ നിങ്ങൾ ശരി മുഴുവനും ഹറാമാണ്, മുഖവും മുഖയിച്ച് നിസ്കാരത്തിൽ മാത്രമാണ് ഉമ്മ. നിങ്ങൾ ഈ മുഖമെല്ലാം എന്താണ് ഒളിവാക്കി ഒരു പേരിന് ഒരു ബിൾസും ഇട്ട് ഉള്ള മൗലാദി തേച്ച് എന്താണ് മുടിയെല്ലാം വളർത്തിയിട്ട് അതാ മുമ്പിലേക്ക് ശൈത്താൻ പിടിച്ച പോലെയല്ലേ? ശൈത്താൻ പിടിക്കും, അല്ലെങ്കിൽ പിടിപ്പിക്കും കേട്ടോ. സംശയത്തിന് ആർക്കും വേണ്ടതില്ല കേട്ടോ. അതാ മക്കളെ അങ്ങനെ എന്താണ് എല്ലാ വാട്ടർ സപ്ലൈയിലും എല്ലാ നെറ്റിലും അങ്ങനെ എന്താണ് വീഡിയോയിൽ വിടുകയാണ്. ആ ഉമ്മയും ബാപ്പയും ചിരിക്കുകയാണ്. മക്കളെ നിങ്ങൾ കണ്ണുനീർ ഒയ്യുന്ന ഒരു സമയം ഇവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല അതാ വരുന്ന ബുർദ ബൈത്ത്. എത്ര ബുർദ ബൈത്ത! നിങ്ങളെ മുസ്ലിമാവിന്റെ എന്ത് ബന്ധമുള്ളത്? ആ ബുർദ വൈത്ത് കൊണ്ട് അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണം കിട്ടുമോ? അവിടെ റഹ്മത്തിന്റെ മേലേക്ക് ഇറങ്ങോ? അല്ലെങ്കിൽ ദ്വാരക്ക് ഉത്തരം കിട്ടുമോ? അറിയാം. ഇങ്ങനെ അന്തമായി ജീവിക്കലല്ല പോരാ. അത് കഴിഞ്ഞപ്പോൾ വന്നെന്താണ് അതാ തങ്ങളും കുത്തുബും കൂർത്ത തങ്ങൾ വന്നതുകൊണ്ടോ അല്ല മറ്റുള്ള സെയ്തമാർ വന്നതുകൊണ്ടോ വേറുന്നത് കൊണ്ടോ ഒന്നും സിദ്ധിക്കൂല മക്കളെ. ഒന്നതിലൊരു ഹൈറുമില്ല കേട്ടോ. തങ്ങൾ വേർന്നിട്ട് അങ്ങ് പോകും, അതുപോലെ തങ്ങൾ നിക്കാഹ് ചെയ്തിട്ട് പോകും. എല്ലാ തമ്മാടിത്തരം തേജും ചെയ്ത് തങ്ങൾ മക്കളെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതാ വന്നു എന്താണ് പള്ളിയിലെ ഉസ്താദന്മാർ മുത്തല്ലിമീങ്ങൾ റബ്ബി എന്തൊരു ചന്തമാണ്. പക്ഷേ ചന്തയെല്ലാം തീർന്നു കേട്ടോ. ചന്തയെല്ലാം ചന്തയായി പോകും. അത് തന്നെ മക്കളെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. റഹ്മത്തിന്റെ മലക്ക് അവിടെ ഉണ്ടാവുകയില്ല കേട്ടോ. നല്ല കോളാമത്തിലല്ലേ കിട്ടുന്നത്, എല്ലാം അന്നാണ് അനിസ്ലാമികല്ലേ ചെയ്യുന്നത്. മക്കളെ പേരിന് ഒരു ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ. മക്കളെ ശ്രദ്ധിക്കണം. ഹറാമിൽ നിന്ന് പിന്തിരിഞ്ഞു കൊള്ളണം. ഹറാമിനെ ഹലാക്കാൻ പോയാൽ തീർച്ചയായും ഇവിടെ വരും മക്കളെ, ശിക്ഷക്ക് അർഹതനാവും. ഒരു ഹറാമ് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾ ശിക്ഷിക്കൂല, അടുത്ത കമ്മിറ്റി ശിക്ഷിക്കൂല. ഹറാമ് ചെയ്തതിന് റബ്ബാണ് ശിക്ഷിക്ക എന്നുള്ള ചിന്ത. എൻ്റെ ചെറുപ്പക്കാരെ, ആരോഗ്യം കളയരുത്, ജീവിതം കളയരുത്, ഒന്നും കളയരുത് കേട്ടോ. അള്ളാഹു തന്ന കണ്ണാണ്, അള്ളാഹു തന്ന ശരീരമാണ്, അള്ളാഹു തന്ന നാവാണ്. സൂക്ഷിക്കണം കേട്ടോ മക്കളെ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണല്ലോ അത്. ആ സുന്നത്തിനല്ലേ നിങ്ങൾ ഇന്നലക്ക് ചെയ്യുന്നത്. എൻ്റെ ഉമ്മാമാരെ, നിങ്ങൾ എവിടത്തേക്കാണ് പോകുക? എവിടത്തേക്കാണ് പോകേണ്ടത്? ഞാൻ എന്താണ് അതാ നിക്കാഹ് കഴിഞ്ഞോ, വീട്ടിലെത്തിയില്ല, ആണും പെണ്ണും അടിച്ചു പോവുകയാണ്, പോവുകയാണ്, അവിടെ വെച്ച് മരിച്ചു. എവിടത്തേക്കാണ്? സ്വർഗം കാണുമോ? എന്തായിരിക്കും ഖബറിന്റെ നില? ഖബറിന്റെ നില എന്തായിരിക്കും? ഒന്ന് ആലോചിക്കുക ചെറുപ്പക്കാരെ. കോട്ടും ഷൂട്ടും ബെഡിയും പൊട്ടി എന്താ തങ്ങളും കണക്ക്, ഷെയ്ഖും കണക്ക്, എല്ലാം കണക്ക് തന്നെ. ബിരുദെല്ലാം പുറത്തുള്ളതുണ്ടോ? ബിരുദം കാട്ടി എന്ത് ബന്ധമുള്ളത്? പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയുന്നത് തങ്ങളായാലും നിങ്ങൾ വിചാരിക്കാൻ കൂടുതൽ അങ്ങനെയല്ലേ. എന്താണ് മക്കളെ ആലോചിക്കണം. ഉസ്താദിന്റെ മകളും അതേ നേരം പലിച്ചു പൊളിക്കണം. പൊളിക്കുന്ന സമയം വരുന്നുണ്ട്. കണ്ടില്ലേ ഒരു ഉസ്താദിന് അല്ലാഹു റൂഹിനെ പിടിച്ചത്? മാനമുള്ള മോമിനിങ്ങളെ, ഉസ്താദ് സുന്നിയല്ലാത്തത് കൊണ്ടല്ല, ഉസ്താദ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, സദക്ക ചെയ്യാത്തത് കൊണ്ടല്ല, ഉസ്താദ് ഖുർആൻ ഓതാത്തത് കൊണ്ടല്ല, ഉസ്താദ് ബിരുദമില്ലാത്തത് കൊണ്ടല്ല മക്കളെ. എന്താണ് ഉസ്താദിന് വന്ന പിഴവ്? ഒരൊറ്റ നാവിന്റെ പ്രശ്നമാണ് ഉസ്താദിന് പിഴവ് വന്നിട്ടുള്ളത് കേട്ടോ. അതാ മക്കളെ, ഉസ്താദ് എന്താണ് രജ കിട്ടിയപ്പോൾ ഉസ്താദിന്റെ ഭാര്യ ഒരു നാടാ, ആ നാട്ടിലേക്ക് ഭാര്യനെ അയച്ചു. എന്താണ് സ്കൂളിൽ നിന്ന് രജ കിട്ടിയപ്പോൾ. അപ്പൊ